തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വലിയ ചൂട് പിടിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. അതിൻ്റെ എല്ലാവിധ തിരക്കിലുമാണ് ഷാഫി പറമ്പിലുള്ളത്. വടകരയുടെ മണ്ണില് വടകര എന്ന് പറയുന്ന വലിയ ഒരു പാർലമെന്റ് നിയോജക മണ്ഡലം, ആ പാർലമെന്റ് മണ്ഡലത്തില് കൂത്തുപറമ്പും തലശ്ശേരിയും ഈ വടകരയും കുറ്റ്യാടിയും നാദാപുരവും പേരാമ്പ്രയും കൊയിലാണ്ടിയും ഒക്കെ അടങ്ങുന്ന എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഷാഫി പറമ്പിലാണ്. അത്രയും വലിയ തിരക്കുകൾക്കിടയിൽ ഇന്നലെ കൽപ്പാത്തിയിലേക്ക് ഷാഫി പറമ്പിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇന്നലെ കൽപ്പാത്തിയിലെ രഥോത്സവത്തിന്റെ ഈ പറയുന്ന തേര് ഉരുണ്ടു തുടങ്ങിയപ്പോൾ അത് കാണാൻ ഷാഫി പറമ്പിൽ, പാലക്കാടിന്റെ ജനതയെ കാണാൻ ആ കൽപ്പാത്തിയിലേക്ക് ഷാഫി പറമ്പിലെത്തി. ഷാഫി പറമ്പിൽ എന്തിനാണ് ഇന്നലെ ഈ തിരക്കിനിടയിലും പാലക്കാട്ടേക്ക് വന്നിറങ്ങിയത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ തട്ടകമായ പാലക്കാട്ടേക്ക് എന്തിനാണ് ഷാഫി പറമ്പിൽ ഇന്നലെ വന്നെത്തിയത്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാഫി പറമ്പിൽ വടകരയുടെ എല്ലാ പ്രദേശങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചരണങ്ങളിലും വലിയ തിരക്കിലായിരുന്നു ഷാഫി പറമ്പിൽ. ആ തിരക്കൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ദിവസം പാലക്കാടിന്റെ മണ്ണിൽ ചിലവഴിക്കാൻ എന്തിനാണ് ഷാഫി പറമ്പിൽ എത്തിയത്? ഷാഫി പറമ്പിലിന്റെ ലക്ഷ്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണോ? കാരണം കോൺഗ്രസ് നേതൃത്വം അങ്ങനെയാണോ പരിഗണിക്കുന്നത്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി തന്നെ പാലക്കാട്ട് നിന്ന് മത്സരിക്കും എന്നുള്ള ഒരു തീരുമാനമാണോ കോൺഗ്രസിനുള്ളത്? രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് എന്നല്ല, രാഹുൽ മാങ്കൂട്ടം എവിടെയും മത്സരിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണോ പാർട്ടി എത്തി നിൽക്കുന്നത്? ഷാഫിയുടെ തിരിച്ചുവരവ് അല്ലെങ്കിൽ ഷാഫിയുടെ ഈ ഒരു സന്ദർശനം, കൽപ്പാത്തി രഥോത്സവത്തിലേക്ക് ഷാഫി ഈ തിരക്കുകൾ, പ്രചരണത്തിന്റെ തീ പിടിച്ച തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ കൽപ്പാത്തിയിലേക്ക് എത്തിയത് 2026 സ്ഥാനാർത്ഥിയാകണം, അതും പാലക്കാട്ട് തന്നെ സ്ഥാനാർത്ഥിയാകണം എന്നുള്ള നിർദ്ദേശമാണോ ഷാഫി പറമ്പിലിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. കാരണം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞതിനുള്ള കാരണം എന്ന് പറയുന്നത്. വടകരയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, പേരാമ്പ്രയിൽ, ഓർക്കാട്ടേരിയിൽ, വടകരയിൽ ഒക്കെ UDFന്റെ RMPയുടെ ഒക്കെ സ്ഥാനാർത്ഥികളെ ഷാഫി പറമ്പിലാണ് പ്രഖ്യാപിച്ചത്. ഷാഫി പറമ്പിലാണ് അതിന്റെ ആ ഒരു വലിയ ജനസഞ്ചയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ എല്ലാ രാഷ്ട്രീയ കരുനീക്കങ്ങളും ഈ വടകരയുടെ മണ്ണിൽ നടത്തുന്നത് ഷാഫിയുടെ നേതൃത്വത്തിലാണ്. ഷാഫി ഈ പറയുന്ന പ്രചരണ പരിപാടികളിലൊക്കെ വളരെ സജീവമായി മുന്നിൽ നിൽക്കുകയാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള കോൺഗ്രസിന്റെ തിരിച്ചുവരവിനുള്ള എല്ലാവിധ സാധ്യതകൾക്കും ഷാഫി കൊടിപിടിച്ച് മുന്നിൽ നിന്ന് നയിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ കൽപ്പാത്തിയിലെ ആളുകളെ കാണാൻ, കൽപ്പാത്തിയിലെ രഥോത്സവം കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തട്ടകത്തിലേക്ക് ഷാഫി എത്തി. ആ എത്തിയതിന് പിന്നിൽ വല്ല ഉദ്ദേശങ്ങളും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചില അനുമാനങ്ങൾ, അത് നമ്മൾ അങ്ങനെ ആ അനുമാനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം കോൺഗ്രസും KPCCയും ഇപ്പോൾ നിൽക്കുന്ന സ്റ്റാൻഡ് അനുസരിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് UDFന്റെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി സീറ്റ് നൽകി മത്സരിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെ 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 കുറവാണ്. അവിടെ പാലക്കാട്ട് നിലനിർത്തണമെങ്കിൽ അവിടെ ഷാഫി തന്നെ വേണമെന്നുള്ള അടുത്ത ഒരു ഫാക്ടർ പുറത്തേക്ക് വരികയുമാണ്. കാരണം രാഹുൽ മത്സരിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഷാഫി വേണം. രാഹുൽ മത്സരിച്ചപ്പോഴും അവിടെ ഷാഫി ഉണ്ടായിരുന്നു. ഷാഫി തന്നെയായിരുന്നു പ്രചരണങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചവൻ. ഷാഫി തന്നെയായിരുന്നു എല്ലാ പ്രചരണങ്ങളുടെയും ചുക്കാൻ പിടിച്ചതും ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് പാലക്കാട് പിടിക്കണമെങ്കിൽ അവിടെ ഷാഫി തന്നെ വേണം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ ഓക്കെയാണ്, രാഹുൽ അല്ല മത്സരിക്കുന്നതെങ്കിൽ ഷാഫി തന്നെ പാലക്കാട്ട് ഇറങ്ങട്ടെ എന്നുള്ള ഒരു രീതിയിലേക്കാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. കാരണം നിലവിൽ രാഹുൽ മാങ്കൂട്ടം സസ്പെൻഷനിലാണ്, പാർട്ടിയിൽ നിന്ന് പുറത്താണ്. സസ്പെൻഷനിലാണ് എന്ന് പറയുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നിലവിൽ സസ്പെൻഷനിലാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താണ് എന്ന് തന്നെ പറയാം. അത് സസ്പെൻഷൻ ആയതുകൊണ്ട് അതൊരു നടപടിയായിട്ട് നമ്മൾ അതിനെ കാണാം. തിരിച്ചു വരാനുള്ള സാധ്യതകളും വളരെ വലിയ തോതിൽ ഉണ്ട് താനും. പക്ഷേ ഷാഫിയുടെ ഈ കൽപ്പാത്തി സന്ദർശനം അതൊരു ഓർമ്മ പുതുക്കൽ കൂടിയാണ്.
ഈ പറയുന്ന പാലക്കാട്ടെ ജനതയെ കണ്ട് അവരുമായിട്ടുള്ള ആ സൗഹൃദം ഒന്ന് പുതുക്കി, അവരുമായിട്ടുള്ള പരിചയം ഒന്ന് പുതുക്കി, അതിലൂടെ ഷാഫി പറമ്പിലിനെ ഒരു അവസരം എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ ജനതയെ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാവരെയും ഒന്ന് അഭിവാദ്യം ചെയ്യുവാനുള്ള ഒരു സാഹചര്യമാണോ ഈ കൽപ്പാത്തി രഥോത്സവത്തിലൂടെ ഷാഫി പറമ്പിലിനെ എത്തിച്ചതിലൂടെ കോൺഗ്രസ് മുന്നിൽ കാണുന്നത് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ട കാര്യം തന്നെയാണ്. രാഹുൽ തന്നെ മത്സരിക്കുമോ അതോ ഷാഫി മത്സരിക്കുമോ, ഷാഫി പാലക്കാട് മത്സരിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. കാരണം ഈ പറയുന്ന മലബാർ മേഖല, എസ്പെഷ്യലി ഷാഫി പറമ്പിൽ MP ആയിട്ടുള്ള വടകര, ആ വടകരയിൽ ഷാഫി തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വജ്രായുധം അത് ഷാഫി പറമ്പിൽ തന്നെയാണ്. കാരണം ഷാഫി ഉണ്ടാക്കിയ ഓളം അത് നിലനിർത്തണമെങ്കിൽ വടകരയിൽ ഷാഫി പറമ്പിൽ ഉണ്ടാവണമെന്ന് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാടിന്റെ MLA ആണ്. രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ, രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പുകമറകൾ അത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് പാർട്ടിക്ക്. കാരണം രാഹുലിന് സസ്പെൻഷൻ നേരിടുകയാണ്. ഈ സസ്പെൻഷൻ പിൻവലിക്കണമെങ്കിൽ ഈ പുകമറകളിൽ ഈ പോലീസ് നടത്തുന്ന ഒരു അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്കും ഉണ്ടായാൽ മാത്രമേ രാഹുലിനെതിരെയുള്ള സസ്പെൻഷനിൽ ഒരു മറിച്ചുള്ള തീരുമാനമോ ചിന്തകളോ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഷാഫിയെ ഇനി വടകരയിൽ നിന്ന് പറിച്ചു മാറ്റി പാലക്കാട്ടേക്ക് തിരികെ എത്തിച്ചാൽ അത് വലിയ ഒരു 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 ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു കോട്ടം ഈ പറയുന്ന വടകരയിൽ എന്ന് പറഞ്ഞാൽ വടകരയിൽ ഒരുപാടധികം അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. വടകരയിൽ തലശ്ശേരിയുണ്ട്, കൂത്തുപറമ്പുണ്ട്, വടകരയുണ്ട്, കുറ്റ്യാടിയുണ്ട്, നാദാപുരമുണ്ട്, പേരാമ്പ്രയുണ്ട്, കൊയിലാണ്ടിയുണ്ട്. 7 അസംബ്ലി മണ്ഡലങ്ങൾ ചേരുന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലം. ആ പാർലമെന്റ് മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ ഒരു ജനമുന്നേറ്റം, വലിയ ഒരു വിജയ സാധ്യത കോൺഗ്രസ് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഷാഫിയെ പറിച്ചു മാറ്റി പാലക്കാട്ടേക്ക് എത്തിക്കുക എന്നുള്ള കാര്യത്തിലും വലിയ ഒരു തർക്കമുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട്ടേക്ക് ഷാഫി എത്തിയില്ല, രാഹുലിനെ മത്സരിപ്പിക്കുന്നുമില്ലെങ്കിൽ പാലക്കാട്ട് കൈ വിട്ടു പോകാനുള്ള സാധ്യതകളുമുണ്ട്. അങ്ങനെ 2 കാര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ പാർട്ടി വലിയ പ്രതിസന്ധിയിലാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഷാഫി പറമ്പിലിനെ ഇറക്കിക്കൊണ്ട് പാലക്കാട്ട് കൽപ്പാത്തിയിലെ രഥോത്സവത്തിലേക്ക് ഷാഫി പറമ്പിൽ എത്തുന്നത്. രാഹുലിന്റെ തട്ടകത്തിൽ, ഷാഫിയുടെ പഴയ തട്ടകം, ആ പാലക്കാട്ട് രഥോത്സവത്തിൽ ഇന്നലെ ഷാഫി പറമ്പിൽ വന്നിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഉയർന്നു വരും. സ്വാഭാവികമാണ്. കാരണം 2026 എന്ന് പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടുകൂടി, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ 13 വോട്ടെണ്ണി കഴിയും. ഡിസംബർ 20 മുമ്പ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പുതിയ ഭരണസമിതി അധികാരത്തിൽ വരും. അതിന് തൊട്ടു പിന്നാലെ ഉറപ്പായിട്ടും ഈ പറയുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നോട്ടിഫിക്കേഷനുകൾ പുറത്തു വരും. അങ്ങനെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു കഴിഞ്ഞാൽ അടുത്ത ചോദ്യങ്ങൾ ആരാണ് സ്ഥാനാർത്ഥി, എവിടെയാണ് സ്ഥാനാർത്ഥി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാലക്കാട്ട് ആരായിരിക്കും സ്ഥാനാർത്ഥി. കാരണം രാഹുൽ മാങ്കൂട്ടം സസ്പെൻഷനിലാണ്. ഇന്നിപ്പോ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ എല്ലാം മുനയടിച്ചുകൊണ്ട് അടൂരിൽ നിന്നുള്ള, പത്തനംതിട്ടയിൽ നിന്നുള്ള, പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീനാദേവി രാജിവെച്ച് ഇറങ്ങിപ്പോന്നുകൊണ്ട് ഇപ്പുറത്ത് കോൺഗ്രസ് സ്റ്റേഡിയിലേക്ക് കടന്നു വരുമ്പോ അവിടെ ഈ പറയുന്ന ശ്രീനാദേവി ഇന്ന് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് തന്നെ ഇരയാക്കാൻ ശ്രമിച്ചത് റിപ്പോർട്ടർ TVയിലെ ഒരു മാധ്യമ പ്രവർത്തകയാണ് തന്നെ വിളിച്ചത് എന്നാണ്. എന്ന് പറഞ്ഞാൽ രാഹുലിന് അനുകൂലമായ ചില കാര്യങ്ങൾ ഇപ്പുറത്ത് നടക്കുന്നു, മറുപുറത്താണെങ്കിൽ രാഹുലിന് പ്രതികൂലമായ കാര്യങ്ങളും നടക്കുന്നു. പാലക്കാട്ടെ സ്ഥാനാർത്ഥി ആരാകും എന്നുള്ള കാര്യം വലിയ ചോദ്യചിഹ്നമായി ബാക്കിയാകുന്നു. ഷാഫിയുടെ ഈ കൽപ്പാത്തിയിലെ സന്ദർശനം, ഇന്നലെ രഥോത്സവം കാണാനെത്തിയ ഷാഫി എന്തിനു വേണ്ടിയിട്ടാണ് പാലക്കാട്ടേക്ക് എത്തിയത്? പരിചയം പുതുക്കുവാൻ വേണ്ടിയോ അതല്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇനിയും നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ പാലക്കാടിന്റെ MLA എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടം വലിയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പാലക്കാടിന്റെ മക്കളെ ഇങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വലിയ മുന്നേറ്റം, വലിയ വികസന പ്രവർത്തനങ്ങൾ, ചാരിറ്റി
CSR ഫണ്ട് മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ പാലക്കാട്ടിന്റെ ജനതക്ക്, അത് പ്രായ വ്യത്യാസ ഭേദമന്യേ വിദ്യാർത്ഥികൾക്കടക്കം അവരുടെ വിദ്യാലയങ്ങള്, അവരുടെ സ്റ്റേഡിയങ്ങള്, അവരുടെ ട്രാക്കുകള്, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടുള്ള എല്ലാ ആളുകളെയും ഒരുമിച്ച് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആ വരുന്ന തലമുറയെ കൂടി സ്നേഹം കൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് കുതിക്കുന്നത്. രാഹുലിന്റെ തിരിച്ചുവരവ് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും. 2026 രാഹുൽ മാങ്കൂട്ടം തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയാവട്ടെ. ഷാഫി പറമ്പിൽ വടകരയിൽ നോക്കട്ടെ, വടകരയുടെ കാര്യം ഷാഫി ഏറ്റെടുക്കട്ടെ. ഈ പറയുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും ഷാഫിയുടെ സ്വാധീനം കൊണ്ട് ആളുകൾ വിജയിച്ച് നടന്നു കയറി കേരളത്തിന്റെ അസംബ്ലിയിലേക്ക് എത്തട്ടെ. കോൺഗ്രസ് ഭരിക്കട്ടെ കേരളം. ഈ പറയുന്ന അടിമകളെയും രാജാവിനെയും അടിച്ചു മൂലക്കിരുത്താൻ കോൺഗ്രസിന് സാധിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അവിടെയും ഇത്തരത്തിലുള്ള ഷാഫിയുടെ പാലക്കാട്ടെ കൽപ്പാത്തിയിലെ രഥോത്സവത്തിലെ സന്ദർശനം, ആ സന്ദർശനത്തിൽ ഉയരുന്ന ചില നിരീക്ഷണങ്ങൾ, ചില ചോദ്യങ്ങൾ, അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്.